സിനിമാ താരങ്ങളോടുള്ള ആരാധന പണ്ടുമുതലേ പ്രശസ്തമാണ്. നമ്മളിൽ പലർക്കും പല സിനിമാ താരങ്ങളോടും ആരാധന തോന്നുന്നുമുണ്ട്. എന്തായാലും മലയാളത്തിന്റെ സുന്ദരിക്കുട്ടിയായ കാവ്യ മാധവന് തൃശൂരിൽ ഒരു കടുത്ത ആരാധകനുണ്ട്. കാവ്യയുടെ ഉണ്ടക്കണ്ണുകളെ സ്നേഹിക്കുന്ന വിജീഷിനെ പരിചയപ്പെടാം കെലഡോസ്കോപ്പിൽ ആദ്യം. തൃശൂർ ഒളരിയിലെ പാങ്ങാടത്ത് വീട്ടിലേക്ക് കയറി ചെന്നാൽ ആരും ഒരു നിമിഷം അന്തം വിട്ടുപോകും. കാവ്യമാധവന്റെ ചിത്രങ്ങൾ കൊണ്ട് വർണ്ണവിസ്മയം തീർത്ത ഗൃഹാന്തരീക്ഷം. കാവ്യയുടെ കടുത്ത ആരാധകനായ വിജീഷ് വേണു തന്റെ വീട്ടിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങളാണിത്. വയസ്സുകാരനായ വിജീഷ് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു നേരം പോക്കിനാണ് കാവ്യമാധവന്റെ ചിത്രങ്ങൾ ശേഖരിച്ചു തുടങ്ങിയത്. അധികനാൾ ഈ പരിപാടി മുന്നോട്ടു പോകില്ലെന്ന സഹപാഠികളുടെ കളിയാക്കൽ വിജീഷ് വെല്ലുവിളിയായി ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ കാവ്യയോടുള്ള ആരാധനയോടൊപ്പം വിജീഷിന്റെ ശേഖരത്തിലെ ചിത്രങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു തുടങ്ങി. 6ാം ക്ലാസ്സിൽ തുടങ്ങിയ ചിത്രശേഖരണം 21 വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ 1,00,000 എന്ന കളക്ഷൻ റെക്കോർഡിലെത്തിക്കാനും വിജീഷിനായി. കാവ്യയുടെ മുട്ടിലിഴിഞ്ഞു നടക്കുന്ന കാലത്തെ ഫോട്ടോ മുതൽ അച്ഛനും അമ്മയോടുമൊപ്പമുള്ള കുടുംബ ഫോട്ടോകൾ, കാവ്യ ചുരിദാറും സാരിയും പർദ്ദയും അണിഞ്ഞു നിൽക്കുന്ന ഫോട്ടോകൾ തുടങ്ങി പ്രത്യേക ഫോട്ടോ സെഷനു വേണ്ടി കാവ്യ ദേവിയായി വേഷമിട്ട ഫോട്ടോ വരെ വിജീഷിന്റെ ശേഖരത്തിലുണ്ട്. വിവിധ മാസികകളിൽ നിന്ന് വെട്ടിവെച്ച ചിത്രങ്ങൾക്കൊപ്പം കാവ്യ സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത വേളയിൽ പത്രത്തിൽ വന്ന ചിത്രങ്ങളും കാവ്യയുടെ നൃത്തത്തിന്റെ സീഡികളും ഈ ശേഖരത്തിലെ ആകർഷകങ്ങളാണ്. കാവ്യയുടെ ജീവിത മുഹൂർത്തങ്ങൾ കോർത്തിണക്കി ഒരു ആൽബവും തയ്യാറാക്കിയിട്ടുണ്ട് വിജീഷ്. കാവ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിജീഷ് ഒരു എൻസൈക്ലോപീഡിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാവ്യ എത്ര സിനിമ അഭിനയിച്ചു, ഇപ്പോൾ ഏത് സിനിമയാണ് അഭിനയിക്കുന്നത് തുടങ്ങി എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരമുണ്ട് വിജീഷിന്റെ കയ്യിൽ. 68 സിനിമയും ഒരു ഡോക്യുമെന്ററി ഫിലിമാണ് 69. ബ്രേക്കിംഗ് ന്യൂസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. കാവ്യയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ വിജീഷിന്: പെരുമഴക്കാലം. ഈ കാവ്യാരാധനയ്ക്ക് പിന്നിലെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ വിജീഷ് സൗമ്യനായി പറയും: എനിക്കിഷ്ടം ആ കണ്ണുകളോടാണ്. 6ാം ക്ലാസ്സിൽ തൊട്ട് തുടങ്ങിയ ഈ കണ്ണുകളോടുള്ള ആരാധനയാണ് ഇത്രയും നാള് തന്നെ ഇത് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായത്. എങ്കിലും തനിക്ക് കാവ്യ ഒരു കുഞ്ഞനുജത്തിയെ പോലെയാണെന്നും വിജീഷ് കൂട്ടിച്ചേർക്കുന്നു. എന്റെ ഒരു കുഞ്ഞനീതിയാണ് കാവ്യ. വിജീഷിന്റെ ഈ ആരാധനയെ ആദ്യമൊക്കെ എതിർത്തിരുന്നെങ്കിലും പിന്നീട് വീട്ടുകാരുടെ പൂർണ്ണ പിന്തുണ ലഭിച്ചു. മാത്രമല്ല, വിജീഷിന്റെ ഈ ആരാധന അറിഞ്ഞ് കൂട്ടുകാരും നാട്ടുകാരുമൊക്കെ കാവ്യയുടെ ഫോട്ടോകളും സീഡികളും വിജീഷിന് എത്തിച്ചു കൊടുക്കാറുമുണ്ട്. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ അതിൽ നഹാസ് മുഹമ്മദ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, ആള് സോജ സുദർശൻ, ഇവരെല്ലാം പ്രത്യേകം എടുത്ത് പറയേണ്ടവരാണ്. ഒരുപാട് പേരുണ്ട്. എനിക്ക് ബുക്ക് എത്തിച്ചേർന്ന പി ഡി എൽത്ത് ചേട്ടൻ, അങ്ങനെ ഒരുപാട് സ്റ്റുഡിയോസ്, അവരോടെല്ലാം ഒരുപാട് പേര് നന്ദി ഇതിലൂടെ അറിയിക്കുകയാണ് ഞാൻ. ഇത്രയൊക്കെയാണെങ്കിലും ഈ കടുത്ത ആരാധകന് കാവ്യയെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നത് ഒരു ദുഃഖമായി അവശേഷിക്കുന്നു. മാധ്യമങ്ങളിൽ നിന്ന് കേട്ടറിഞ്ഞ് വിജീഷിനെ കാവ്യ വിളിക്കാറുണ്ട്. എറണാകുളത്തെത്തുമ്പോൾ വിളിക്കാമെന്നും അപ്പോൾ കാണാൻ വരണമെന്നും കാവ്യ അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഇപ്പോൾ പുതിയ സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ട്, അവിടെ ചെല്ലാൻ കാണാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിലാകുമ്പോൾ ചെറിയൊരു സമയം നമുക്ക് കാണാൻ പറ്റുള്ളൂ, മര്യാദയ്ക്കൊന്നും സംസാരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഫ്രീ ആവുന്ന ദിവസം എറണാകുളത്ത് എത്തുമ്പോൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നേരിട്ട് പോയി കാണാം. സാഹിത്യ അക്കാദമി ഹാളിൽ നടത്തിയ ഫോട്ടോ പ്രദർശനത്തിലെ ചിത്രങ്ങൾ ഒരു ആൽബമാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് വിജീഷ്, ഇഷ്ടതാരത്തെ നേരിട്ട് കാണുമ്പോൾ സമ്മാനിക്കാനായി.